ഞാനിപ്പോൾ കോസ്റ്ററിക്കൻ റെയിൻ ഫോറസ്റ്റിലെ ഓസ പെനിൻസുലയിലാണുള്ളത്. ഈ പ്രദേശത്തിന് ചുറ്റും പസഫിക് ഉണ്ടെന്ന് എനിക്കറിയാം. ഒരു പുഴ കണ്ടെത്താൻ കഴിഞ്ഞെങ്കിൽ അതിലൂടെ എനിക്ക് കടലിലേക്കെത്താം. മനുഷ്യർ താമസിക്കുന്ന സ്ഥലത്തേക്കെത്താൻ ഏറ്റവും നല്ല വഴി അതാണ്. മുന്നോട്ട് പോകുന്തോറും കൊടും കാടാണ്. അതിലൂടെ കടക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഈ ചെടിയുടെ ഇടയിലൂടെ നടക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഞാനിപ്പോൾ കാടിന്റെ നടുഭാഗത്തെത്തിയെന്ന്. ഇത്തരമൊരു കാട്ടിൽ നമ്മുടെ ബെയറിംഗ്സ് നഷ്ടപ്പെട്ടാൽ മരണം വരെ സംഭവിക്കും. 5-1 ഇവിടെ മരിച്ചു പോകുന്നതിന് കാരണം ഏത് വഴിയിലൂടെ പോകണമെന്നറിയാതെ പരിഭ്രാന്തരാവുന്നത് കൊണ്ടാണ്. ഇതിനകത്തുകൂടെ പുറത്തേക്ക് വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് മുറിച്ച് കടക്കേണ്ടി വരും. മാത്രമല്ല ഇവിടുന്ന് കാട് താഴേക്കാണ് പോകുന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവിടെ ഒരിക്കൽ മനുഷ്യര് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്ന്. ഇവിടെ എനിക്ക് കടന്നു പോകാനുള്ള വഴി ഉണ്ടാവും. 10 വർഷം മുമ്പ് അമേരിക്കയിലെ മധ്യവയസ്കയായ ഒരു സ്ത്രീ ഈ റെയിൻ ഫോറസ്റ്റിലേക്ക് ഒറ്റയ്ക്ക് വന്നു. അവര് കാണാതെ പോയിട്ട് പരിക്കും പറ്റി. അനങ്ങാൻ പറ്റാതെ ഒരിടത്ത് തന്നെ പെട്ടുപോയി. സുരക്ഷാ അധികൃതർ 90 പേരുണ്ടായിട്ടും 2 ആഴ്ചയെടുത്തു അവരുടെ അഴുകിയ ശരീരം കണ്ടെത്താൻ. വലിയൊരു ആയുധമുണ്ടായിരുന്നെങ്കിൽ കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് എനിക്കിത് മുറിച്ചു കടക്കാമായിരുന്നു.